ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ ഞങ്ങൾ രാവിലെ പോകുന്നത് വേറെ അങ്ങോട്ടുമല്ല, ബാങ്കിൽ പോകണം കേട്ടോ. അപ്പം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് എൻ്റെ വീടിൻ്റെ അവിടെയാണ്, കല്ലറ. അപ്പോൾ അവിടെ SBIയിൽ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 9:45 കഴിഞ്ഞു. അപ്പം ഫസ്റ്റ് കസ്റ്റമറായിട്ട് തന്നെ എത്തിയ പെട്ടെന്ന് കാര്യം നടന്നിട്ട് വരാമല്ലോ, അത് കഴിഞ്ഞ് ചേട്ടൻ ജോലിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പോകണം. കുറേ നേരം നോക്കി കേട്ടോ, മഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കുകയാണ്. പിന്നെ ചേച്ചിക്കാരെ പോകുമെന്ന് വിചാരിച്ചു. പിന്നെ ബാങ്കിൽ പോകുന്നത് വേറൊരു വഴി പോയിട്ട് തിരിച്ച് നമ്മൾ എൻ്റെ വീട്ടിൽ കൂടെ കയറും. അതാണ് ഇത്ര സന്തോഷം. അപ്പോൾ തിരിച്ച് വീട്ടിൽ കയറിയിട്ട് വരാമല്ലോ. അപ്പോൾ മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ, തോരുന്നില്ല. ഇന്നലെയൊക്കെ ഫുള്ള് മഴ ഇങ്ങനെ ട്രിപ്പായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും രാവിലെ ഇന്ന് ഫുൾ മഴയായിരുന്നു. ഒരു 7:30 എങ്ങാണ്ടൊക്കെ ആയപ്പോൾ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും ഇങ്ങനെ ചാറി അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. എന്തായാലും ബാങ്കിൽ പോകണം, ബാങ്കിൽ പോയിട്ട് തിരിച്ച് വീട്ടിലും കയറാം. വെയിലില്ലെങ്കിലും ഈ സാധനം ഇരുന്ന് കറങ്ങുന്നുണ്ടല്ലേ. വലിയ വെയിലില്ല, ഇപ്പോ മഴ മാറി തുടങ്ങും. അങ്ങനെ നമ്മളിത് ബാങ്കിലെത്തി. SBI സൈഡ് നോക്കി ഒതുക്കി. കടയുടെ ഫ്രണ്ടിലൊന്നും ഇടല്, കടയുടെ ഫ്രണ്ടാണ്. അങ്ങനെ ബാങ്കിൽ പോയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഒത്തിരി പേരെ കണ്ടു കേട്ടോ, ബാങ്കിൽ വെച്ചായാലും പുറത്ത് വെച്ചായാലും പരിചയമുള്ള കുറേ പേര് വന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരല്ല, കുറേ പേര് വന്ന് ഇന്ന് വന്നോ, ഇന്ന് വീട്ടിൽ ഉണ്ടായിരുന്നോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച്. ഞാനൊരു തപ്പി നടന്നത് ബെഞ്ചാറാസിൻ്റെ റോസ് വാട്ടർ തപ്പി നടന്നിട്ട് എങ്ങും ഇല്ല കേട്ടോ. അത് മാത്രമില്ല, മറ്റേ വേറെ ടൈപ്പ് ഉണ്ടല്ലോ, ഗുലാബിയോ അങ്ങനെ എന്തോ, ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതപ്പിയാണ് അവിടെ മൊത്തം ഓടിയെന്ന്, എങ്ങും ഇല്ല. ഇനി നേരെ വീട്ടിൽ പോണം. വീട്ടിൽ പോയിട്ട് പറ്റുമെങ്കിൽ അവിടെ നിന്ന് ചോറ് കഴിച്ചിട്ടൊക്കെ പോവാം, അല്ലെങ്കിൽ അങ്ങ് പോയിട്ട് കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ. നമ്മൾ ബാങ്കിൽ നിന്ന സമയത്ത് പെരുമഴയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഭാഗ്യത്തിന് ഇറങ്ങാൻ നേരമായപ്പോൾ എന്താ സ്വിച്ച് ഇട്ട പോലെ അങ്ങ് മഴ നിന്ന് ഇപ്പം നല്ല വെയിൽ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ചൂടും ഉണ്ട്. അങ്ങനെതാ വീടെത്തി. ആരെയും വിളിക്കാണുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം അമ്മയായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന്, പിന്നെ ഞാനവിടെ എൻ്റെ കുറച്ച് അരിച്ചു പറക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെളിയിലിറങ്ങി. അപ്പോൾ അതാ നല്ല ഭംഗിക്ക് ഈ ഒരു പൂ ഇങ്ങനെ നിറച്ച് പൂത്തിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടാണ്, പക്ഷേ അവിടെ പോയി ഇവിടെ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭംഗി കൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ മൊത്തമൊക്കെ ഇങ്ങനെ അരിച്ച് പറക്കുന്നുണ്ട്, പേരൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ. അവിടെ വീട് ഫുള്ളും 4 സൈഡും ഇങ്ങനെ അരിച്ച് കറങ്ങാനായിട്ട് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് അമ്മ പറഞ്ഞത്, അവിടെ നിന്ന് ചവിട്ടല്ലേ, ഞാൻ എൻ്റെ പച്ചക്കറി നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഇതിങ്ങനെ പടന്ന് കിടക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി ഇങ്ങനെ പടന്നുണ്ട്. ഇത് മത്തങ്ങയോ കഴുത്തങ്കായോ അങ്ങനെ ഏതോ ഒരു ഐറ്റമാണ് അമ്മ പറഞ്ഞത്. ഏതാണെന്ന് ഞാൻ മറന്നുപോയി. ഇനി പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ പച്ചക്കറി നന്നായിട്ട് കിടക്കുന്നുണ്ട്, അപ്പോൾ ഞാനതൊന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൈ എഴുതിയിരിക്കാൻ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരു 11:30 ആയതേ ഉള്ളൂ, പക്ഷേ എനിക്ക് വിശക്കുന്നുണ്ട്. രാവിലെ നമ്മൾ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയില്ല, അപ്പോൾ ഒരു 11:30 ആയപ്പോൾ എനിക്ക് വിശക്കുന്നു. അപ്പോൾ ചോറ് കഴിക്കുന്നു നമ്മൾ ചോദിച്ചപ്പോൾ പിന്നെ ചോറും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂര മീനും പുളിശ്ശേരിയും കോവയ്ക്ക തോരനുണ്ട് കേട്ടോ. കോവയ്ക്ക എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാൻ കേട്ടോ. ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ, ചേട്ടൻ കഴിച്ചില്ല. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ നമ്മൾ ഈ ഒരു ഐറ്റം പറിക്കാൻ പോകണം കേട്ടോ, മുക്കുറ്റി. അപ്പോൾ അവിടെ ചേട്ടൻ്റെ അമ്മ പറഞ്ഞു വിട്ടായിരുന്നു, ഇത് ആരോ പറഞ്ഞു നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ബെറ്റർ ആണെന്ന്. ഇത് വെള്ളം തിളപ്പിച്ച് വെറും വയറ്റിൽ കുടിച്ചാൽ ഷുഗറൊക്കെ കുറയുമെന്ന്. അപ്പോൾ വീട്ടിലുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്, അവിടെ പുഴുത് കളയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകുമ്പോൾ പറിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു കുറേ പറിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ പുതിനയിലയും കൂടെ പറിക്കണമായിരുന്നു. അപ്പോൾ പുതിനയില അവിടെ വീട്ടിൽ നടാനും വേണം. പിന്നെ നമുക്ക് പുതിന ടീ ഒക്കെ ഉണ്ടാക്കാമല്ലോ, പിന്നെ ചിക്കനിലോ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോഴും ഒക്കെ ഇടാമല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ അത് ഒത്തിരി ഇങ്ങനെ അമ്മ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചധികം പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ കൊണ്ട് നടുകയും ചെയ്യാമല്ലോ. അപ്പോൾ അത് ഒടിച്ചൊടിച്ച് എടുത്താൽ മതി. അങ്ങനെ ഒടിച്ചെടുക്കുകയാണ്.
പിന്നെ അമ്മ ഒരു വരിക്കച്ചക്ക എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ചക്ക സീസണായ വീട്ടിൽ നിന്ന് ഒത്തിരി പഴുത്ത ചക്കകൾ കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസൺ ലാസ്റ്റ് കായ് തുടങ്ങി. അപ്പോൾ ഇത് അമ്മ കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ അമ്മ അവിടെ നിന്ന് നമ്മൾ നേരത്തെ പറിച്ച പുതിനയിലയും മുക്കുറ്റിയിലയൊക്കെ ഒരു കവറിലാക്കി സെറ്റ് ചെയ്തൊക്കെ തന്നു. പിന്നെ ഞാൻ പോയി നോക്കിയത് എൻ്റെ മൾബറിയിലാണ് കേട്ടോ. അപ്പം ഞാൻ കൊണ്ട് നട്ടതാണ്. അതിൽ ഒത്തിരി കായ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റോഡിൽ ഇറങ്ങിയപ്പോൾ അവിടെയും മുക്കുറ്റിയൊക്കെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ഞായറാഴ്ച പറ്റുമെങ്കിൽ വരും, അപ്പോൾ ബാക്കിയൊക്കെ പറിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ ചോറ് കഴിച്ചു. ഇത് ചോറ് കഴിച്ചില്ല, അതിനുള്ള ചോറ് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ചോറ് എടുത്തോണ്ട് നീ പോയാൽ മതി. ഒരു ഉഗ്ര മഴ വരുന്നുണ്ട് കേട്ടോ. ചക്കപ്പഴം എടുത്തോണ്ട് കാറിൽ ചക്കപ്പഴത്തിൻ്റെ നല്ല മണം. അതിങ്ങനെ ഇരുന്ന് ഇതാവുന്നു. പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് എന്നെ കട്ട് ചെയ്ത് തിന്നണം. വലിയ ചക്കപ്പഴമല്ല, ചെറുത്. കുറേ വലുത് കൊണ്ട് വെച്ച് മുമ്പേ കുറേ കഴിച്ചു. നല്ല അടിപൊളി മഴ പെയ്തു തുടങ്ങി കേട്ടോ. ഇടത്തം കുറച്ചും കൂടെ ഉള്ളായിരുന്നു, എത്തിയിട്ട് പെയ്താൽ മതിയായിരുന്നു. സൂപ്പർ മഴ, നല്ല മഴ പെയ്തു തുടങ്ങി കേട്ടോ. ഞങ്ങൾ എത്താറായൊരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് മഴ തുടങ്ങി. മെനക്കേടപ്പോൾ അല്ലെങ്കിൽ വീട് എത്തിയിട്ട് പെയ്താൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. വീട്ടിൽ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്ന നമുക്ക് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.